നൃത്തച്ചുവടുകൾ പ്രാർത്ഥനാ പൂക്കളാക്കിയ ജസ്യൂട്ട് വൈദികനാണ് പാലാ ഇലഞ്ഞി സ്വദേശിയായ ഫാദർ സാജു ജോർജ്. വൈദിക വൃത്തിക്കൊപ്പം കുച്ചിപ്പുടിയും ഭരതനാട്യവും ഫാദർ സാജുവിന് ജീവിതവൃതമാണ്. സ്കൂൾ ക്ലാസുകളിൽ തുടങ്ങിയ കലാ അഭിനിവേശമാണ് ഫാദർ സാജുവിന്റെ നൃത്തച്ചുവടുകളുടെ താളമായി മാറിയത്. ഈ നൃത്തച്ചുവടുകളും ലാസ്യ നടനവും ഒരു വൈദികന്റേതാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ടോ? അവിശ്വസിക്കേണ്ട. ഫാദർ സാജു ജോർജാണ് വേദിയിൽ നടനമാടുന്നത്. നൃത്തരംഗത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത് എൻ്റെ നഴ്സറി സ്കൂൾ ആൻഡ് പ്രൈമറി സ്കൂൾ, ഇൻ അവർ വില്ലേജ് പ്രോഗ്രാംസ്, സ്കൂൾ പ്രോഗ്രാംസ്, ചർച്ച് പ്രോഗ്രാംസ്, അങ്ങനെയുള്ള ഈ പ്രോഗ്രാംസിലൊക്കെ ഈ പങ്കെടുത്ത് കൂടുതലും ഇങ്ങനെ ഡാൻസിലോട് കൂടുതൽ ഒരു പ്രേമം തോന്നിയ ഒരു കൂടുതൽ ആഗ്രഹം തോന്നിയ ഒരു ഡാൻസർ ആകണമെന്ന്. ഇലഞ്ഞി പ്രൈമറി സ്കൂളിൽ സ്റ്റേജിൽ കയറിയപ്പോൾ തുടങ്ങിയ കലാ അഭിനിവേശമാണ് വൈദിക വൃത്തിയിലെത്തിയപ്പോഴും കൈവിടാത്ത കലാസബരിയെന്ന് ഫാദർ സാജു പറയുന്നു. കുച്ചിപ്പുടിയിലും ഭരതനാട്യത്തിലും ആടിക്കയറി. ഇപ്പോൾ ഭരതനാട്യം മാത്രമാണ് ഉപാസന. സംഗീതത്തിൽ ഡിപ്ലോമ, രവീന്ദ്രഭാരതി സർവകലാശാലയിൽ നിന്ന് ഡാൻസിൽ MA, മദ്രാസ് സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ്. ഇതിനിടെ ഒട്ടേറെ ഗുരുക്കന്മാരുടെ കീഴിൽ പരിശീലനം, 2000-ലധികം വേദികൾ, വിദേശത്തും ഒട്ടേറെ കലാപ്രകടനങ്ങൾ. പള്ളിയിലാണ് ചെയ്യുന്നതെങ്കിൽ അവർക്കിപ്പോൾ കൂടുതലും ബിബ്ലിക്കൽ തീംസ് ആണ് വേണ്ടെങ്കിൽ ഞാൻ ബിബ്ലിക്കൽ തീംസ് ചെയ്യും. അതുപോലെ തന്നെ വേറെ എവിടെയെങ്കിലും അല്ലെങ്കിൽ കൂടുതൽ ഹിന്ദു ഐറ്റംസ് ഓർ ട്രഡീഷണൽ ഐറ്റംസ്, ഐ ഡു ട്രഡീഷണൽ ഐറ്റംസ്. ഐ ഡു ഓൾ ട്രഡീഷണൽ ഐറ്റംസ് like varnams and padams and javalis and thilanas based on Lord Shiva or Lord Krishna and all gods and goddesses of Indian tradition that I do. Also biblical themes I do. Also I do some social themes. കൊൽക്കത്തയ്ക്കടുത്ത് ഉൾനാടൻ ഗ്രാമത്തിൽ 300ഓളം കുട്ടികളെ നൃത്തം അഭ്യസിപ്പിക്കുന്നുമുണ്ട്. എൻ്റെ സഭ എനിക്കൊരു ഫ്രീഡം തന്നിട്ടുണ്ട്, എനിക്കൊരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഞാൻ കൂടുതലും കലകളിലൂടെ ഭാരതീയ സംസ്കാരത്തെ വളർത്തുവാനും ഭാരതീയ സംസ്കാരത്തെ കൂടുതൽ നമ്മൾ ഉന്നതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് എന്നെ അവരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, എനിക്ക് സമയം തരുന്നുണ്ട്. മെനി ആർട്ട് ഫോംസ് വി ആർ ടീച്ചിങ് ആൻഡ് അബൌട്ട് 95% ഓഫ് മൈ സ്റ്റുഡൻസ് അവർ ഗ്രാമത്തിലെ കുട്ടികളെല്ലാം ദളിത് പിള്ളേരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ എല്ലാവരും ഉണ്ട്. ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, എല്ലാവരും വന്ന് അവിടെ പഠിക്കുന്നുണ്ട്. ഫാദർ സാജുവിന്റെ കലോപാസനയ്ക്ക് ജസ്യൂട്ട് സഭ എല്ലാ സ്വാതന്ത്ര്യവും നൽകുന്നു. ആ പിന്തുണയുമായി അദ്ദേഹം കൂടുതൽ വേദികളിലേക്ക്. കലോപാസനയും ഒരു പ്രാർത്ഥനയെന്ന് ആസ്വാദകരും പറയുന്നു. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഒരു വൈദികനാണ് ഇത്ര മനോഹരമായി ചുവടുവെക്കുന്നതെന്ന് കാണുമ്പോൾ ശരിക്കും കൗതുകവും അത്ഭുതവും ഒക്കെ ഒരേ സമയം തോന്നുന്നുണ്ട്. വളരെ ചെറുപ്പത്തിൽ മനസ്സിൽ കടന്നുകൂടിയ ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിനൊപ്പം സഞ്ചരിച്ചു. ഇപ്പോൾ ആ വൈദിക വൃത്തിക്കൊപ്പം കുട്ടികളെ പഠിപ്പിക്കുന്ന കൂടി ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷം തോന്നും. നമുക്കിപ്പം പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട് തത്സമയം. പ്രദീപ്, ഈ മതത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അപ്പുറത്ത് ഓരോ കലാകാരനും സമൂഹത്തോടുള്ള പ്രതിബദ്ധത അത് വളരെ വലുതാണ് എന്ന് ഫാദർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ ചേർത്ത് നിർത്തുന്ന സഭയെ കൂടി നമ്മൾ വലിയ രീതിയിൽ പ്രശംസിക്കേണ്ടതാണ്. കട്ട സപ്പോർട്ടായി കൂടെ സഭയുണ്ടല്ലേ? പ്രോത്സാഹിപ്പിക്കുകയും കലാപ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് കത്തോലിക്ക സഭയുടെ ഒരു രീതി അല്ലെങ്കിൽ നിലപാട് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഫാദർ ആബേൽ CMI, അതുപോലെ ഡോക്ടർ കൊർണലിയൂസ് ഇലഞ്ഞിക്കൽ, ഫാദർ ജസ്റ്റിൻ പനക്കൽ, ഫാദർ ഷാജി തുമ്പച്ചിറയിൽ, അങ്ങനെ സംഗീതരംഗത്തൊക്കെ പേരെടുത്ത ഒരുപാട് പേരുണ്ട്. അതുപോലെ റിയാലിറ്റി ഷോകളൊക്കെ നോക്കിയാൽ സമീപകാലത്ത് വൈദികരും സന്യാസിനികളുമൊക്കെ റിയാലിറ്റി ഷോകളിൽ പങ്കെടുക്കുന്നു, അവരിൽ സമ്മാനം നേടുന്നു, അവരുടെ പ്രകടനങ്ങൾ ചർച്ചയാവുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടത്തിലാണ് ഫാദർ സാജു ജോർജിൻ്റെ നൃത്തരംഗത്തെ അദ്ദേഹത്തിൻ്റെ പ്രകടനവും ഏറെ ശ്രദ്ധേയമാകുന്നത്. പാലായ്ക്കടുത്ത് ഇലഞ്ഞി എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്തിൽ നിന്നുള്ള ആളാണ് അദ്ദേഹം. ഈ നഴ്സറി ക്ലാസ്സുകളിലും LP സ്കൂളിലും ഒക്കെ പഠിക്കുമ്പോൾ നമ്മളെല്ലാവരും തന്നെ എന്തെങ്കിലും കലാപരിപാടികളുമായിട്ട് സ്റ്റേജിലൊക്കെ കയറാറുണ്ട്. അങ്ങനെ സ്റ്റേജിൽ കയറിയാണ് അദ്ദേഹത്തിന് സ്റ്റേജിനോടുള്ള താല്പര്യം വരാൻ കാരണമായത്, സ്റ്റേജ് ഫിയർ മാറിക്കിട്ടിയത്. പിന്നീട് ശരിക്കും ഒരു കലാകാരനായി മാറണമെന്നുള്ളതായിരുന്നു കൊച്ചിലെ ആഗ്രഹമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം കോളേജ് തലത്തിലേക്കൊക്കെ ആയപ്പോഴേക്ക് മോണോ ആക്റ്റായി, മിമിക്രിയായി, ഫാൻസി ഡ്രസ്സായി, മറ്റ് കലാപരിപാടികൾ എല്ലാം തന്നെ തുടർന്നു. ഒടുവിൽ ദൈവവിളിയാണ് തൻ്റെ വഴിയെന്ന് തിരിച്ചറിഞ്ഞ് കൊൽക്കത്തയിൽ ജസ്യൂട്ട് സഭാംഗമായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും അവിടുത്തെ
ഒപ്പമുള്ള മറ്റ് വൈദികരൊക്കെ കലാപ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം കുച്ചിപ്പുടിയിലേക്കും ഭരതനാട്യത്തിലേക്കും തിരിഞ്ഞു. വിവിധ ഗുരുക്കന്മാർക്ക് കീഴിൽ ഈ കുച്ചിപ്പുടിയും ഭരതനാട്യവുമൊക്കെ അദ്ദേഹം പരിചയിച്ചു. ഒടുവിൽ കുച്ചിപ്പുടിയിൽ നിന്ന് വീണ്ടും ഭരതനാട്യത്തിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ കൊടുത്തു. അങ്ങനെ കൊൽക്കത്തയിലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം ഭരതനാട്യം പഠിക്കുന്നു, ചെന്നൈയിൽ പഠിക്കുന്നു, വിവിധ ഗുരുക്കന്മാർക്ക് കീഴിൽ പഠിക്കുന്നു. ഏതാണ്ടൊരു 2000-ഓളം വേദികളാണ് രാജ്യത്തും വിദേശത്തുമായി അദ്ദേഹം ഇപ്പോൾ കൈയടക്കിയിട്ടുള്ളത് എന്ന് തന്നെ പറയാം. ഒരു 2 ആഴ്ച മുൻപാണ് കൊച്ചിയിലൊരു വേദിയിൽ പരിപാടി അവതരിപ്പിക്കാനെത്തിയത്. അവിടെ വെച്ചാണ് നമ്മൾ അദ്ദേഹത്തെ കണ്ടത്. വൈദികനായതുകൊണ്ട് തന്നെ ബൈബിൾ അധിഷ്ഠിതമായ കഥകൾ മാത്രമാണ്, അല്ലെങ്കിൽ ബൈബിൾ അധിഷ്ഠിതമായ ഒരു കലയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഏത് സ്റ്റേജിലാണോ പരിപാടി അവതരിപ്പിക്കുന്നത് അതിന് അനുസൃതമായ കലാപരിപാടിയായിരിക്കും. ഒരു പള്ളിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ബൈബിൾ അധിഷ്ഠിതമായിട്ടായിരിക്കും. അതല്ലാതെ ഒരു പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുന്ന പരിപാടിയാണെങ്കിൽ മറ്റ് സാമൂഹികമായ വിഷയങ്ങൾ കലാസ്വാദനം ലക്ഷ്യമാക്കിയുള്ളവയായിരിക്കും. എന്തായിരുന്നാലും പങ്കെടുത്ത വേദികളിലെല്ലാം നിറഞ്ഞ കയ്യടിയാണ് കിട്ടിയിട്ടുള്ളതെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം കലാപരിപാടികൾ അവതരിപ്പിക്കുക മാത്രമല്ല, കൊൽക്കത്തയ്ക്ക് അടുത്തൊരു ഉൾനാടൻ ഗ്രാമത്തിൽ ഏതാണ്ട് 300ഓളം കുട്ടികൾക്ക് കലാപരിശീലനം നൽകുന്നുണ്ട്. ഒരുപാട് വേദികളിലേക്ക് ക്ഷണം എത്താറുണ്ട് എന്നാണ് ഫാദർ സാജു ജോർജ് പറഞ്ഞത്. വൈകാതെ തന്നെ അദ്ദേഹത്തിന് വിദേശത്തുൾപ്പെടെ വീണ്ടും വേദികളുണ്ട്. പലപ്പോഴും ഇത്തരത്തിൽ അതിമനോഹരമായി നൃത്തം ചെയ്യുന്നത് ഒരു വൈദികനാണ് എന്ന് കാണുന്ന ആളുകൾക്ക് അറിയണമെന്നില്ല. നൃത്തം കഴിഞ്ഞ് ഇത്തരത്തിൽ വൈദികനാണ് നൃത്തം ചെയ്തതെന്ന് പറയുമ്പോഴാണ് പല ആളുകളും ഇത് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആളുകൾക്കത് കൂടുതൽ കൗതുകം ഉണ്ടാക്കുന്നു. ആളുകളുടെ കണ്ണുകളിൽ തന്നെ വലിയ ഒരു കൗതുകം കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഈ കലാസബരിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഫാദർ സാജു ജോർജിൻ്റെ തീരുമാനം. അതിന് അദ്ദേഹം അംഗമായ ജസ്യൂട്ട് സഭ എല്ലാ പിന്തുണയും നൽകുന്നുണ്ട്. വൈദിക വൃത്തി പിന്തുണയുണ്ട്. ഒരു വൈദികനാവുക എന്നുള്ളത് ജീവിതത്തിൽ ഒരു നിയോഗമായിട്ടാണ് കാണുന്നത്. ആ വഴിയെ അങ്ങനെയുള്ളവർ തന്നെ പോവുകയുമുള്ളൂ. ഇപ്പം അതാ ആ ഒരു വൈദികനാവുക എന്നുള്ളത് മാത്രമല്ല, നൃത്തം കൂടി തന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഫാദർ. ഇതിനകം തന്നെ നിരവധി വേദികളിൽ പ്രകടനം കാഴ്ചവെച്ച് വലിയ കയ്യടിയും നേടിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ ഫാദർ സാജുവിന് കഴിയട്ടെ.